Welcome back to Learnino. So KEAM 2024 second phase allotment procedures start ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൺഫർമേഷൻ കൊടുക്കണം. സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ഹയർ ഓപ്ഷൻസ് ആണ് പരിഗണിക്കപ്പെടുക. റീഅറേഞ്ച് ചെയ്യോ ഡിലീറ്റ് ചെയ്യാനോ ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൈനോറിറ്റി കമ്മ്യൂണിറ്റി ട്രസ്റ്റ് ക്വാട്ട സീറ്റുകളിലേക്ക് അലോട്ട്മെന്റ് ആഗ്രഹിക്കുന്നവര് നിങ്ങൾ നിർബന്ധമായിട്ടും സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ പുതിയതായിട്ട് തന്നെ ഓപ്ഷൻസ് കൊടുക്കണം. ന്യൂ ഓപ്ഷൻസ് തന്നെ കൊടുക്കണമെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. നമ്മുടെ പ്രീവിയസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് പരിഗണിക്കില്ല. അപ്പൊ ഫ്രഷ് ഓപ്ഷൻസ് തന്നെ ഈ പറഞ്ഞ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ട്രസ്റ്റ് കോട്ട സീറ്റുകളിലേക്ക് അതാത് കോളേജുകളിൽ നമുക്ക് ഏത് കാറ്റഗറിയിലാണോ നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ളത് അതുമായിട്ടുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതാത് കോളേജുകളിലേക്ക് നമ്മൾ ഫ്രഷ് ഓപ്ഷൻസ് തന്നെ കൊടുക്കണം എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് 16-ന് 11:59 PM വരെയാണ് നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അവിടെ ഫ്രഷ് ഓപ്ഷൻസ് തന്നെ കൊടുക്കണം. ഓപ്ഷൻസ് ഗിവൺ ആസ് പെർ പ്രീവിയസ് നോട്ടിഫിക്കേഷൻ വിൽ നോട്ട് ബി കൺസിഡേർഡ് ഫോർ ഓൾ അലോട്ട്മെന്റ് ഓഫ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി ട്രസ്റ്റ് കോട്ട സീറ്റ് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാറ്റഗറിയിലൊക്കെ നമുക്ക് സീറ്റ് വേണം അല്ലെങ്കിൽ അലോട്ട്മെന്റ് വേണം എന്നുണ്ടെങ്കിൽ ദേ മസ്റ്റ് ഗിവ് എ ന്യൂ ഓപ്ഷൻ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷനുമായിട്ട് മുന്നോട്ട് പോവുക. താങ്ക് യു.